നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും തിരിഞ്ഞു നോട്ടത്തിലേക്ക് സ്വാഗതം. നമ്മുടെ കാലത്തിന്റെ ദൃശ്യാനുഭവങ്ങളിൽ KPSC ലളിത എന്ന അഭിനേത്രി എപ്പോഴും ഉണ്ടായിരുന്നു. മലയാളത്തിന്റെ സിനിമാ ഭൂപടത്തിൽ അവർ 600-ലേറെ കഥാപാത്രങ്ങളായി ജീവിച്ചു. ലോകഗതിയെയും ചുറ്റുമുള്ള മനുഷ്യരെയും ശാംശീകരിച്ചെടുത്ത് നാനാതരം ജീവിതാനുഭവങ്ങളുടെ രസമാപിനിയിലേക്ക് കടത്തിവിടുന്ന അത്ര ലളിതമല്ലാത്ത ഒരു അഭിനയ സങ്കല്പമായിരുന്നു ലളിതാമ്മയ്ക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് കഥാപാത്രങ്ങളുടെ സൂക്ഷ്മമായ ഘടനയിലേക്ക് അവർ പ്രവേശിക്കുന്നത് നാം അറിയുകയില്ല. ഡയലോഗുകളുടെ റേഞ്ചിങ്ങിൽ അവർ പുലർത്തിയിരുന്നത് നാട്ടുമൊഴി തനിമയുടെ വൈവിധ്യമായിരുന്നു. ഇത് കഥാപാത്രത്തിന്റെ പ്രത്യക്ഷ സാമൂഹിക സ്വഭാവത്തിന് നല്ല പിൻബലവും നൽകി. നടിയാണ്, കാണുന്നത് അഭിനയമാണ് എന്ന് അല്പം പോലും തോന്നിപ്പിക്കാതെ കഥാപാത്രങ്ങളെ ആഴത്തിൽ അനുഭവിപ്പിച്ച ആ പരിചരണ സിദ്ധി അതേ തീഷ്ണതയിൽ ശങ്കരാടിയിലും തിലകനിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും സ്വാഭാവികതയിൽ നാം കണ്ടത് ഈ അഭിനേത്രിയിലാണ് എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ. വളരെ കുറച്ച് മുഴുനീള കഥാപാത്രങ്ങളെ അവർക്ക് ലഭിച്ചിട്ടുള്ളൂ. എങ്കിലും നമുക്ക് ചുറ്റുമുള്ള ജീവിതത്തിൽ നിന്ന് അവർ മനുഷ്യരെ സിനിമയിലേക്ക് അടർത്തിക്കൊണ്ടുവന്നതാണ് ലളിത മാജിക്. 70കളിലെ സിനിമാ നിരൂപണങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാള് അത് വായിക്കുമ്പോൾ അമ്പരക്കും. കാരണം ഓരോ നിരൂപണത്തിലും കാണും ലളിത കഥാപാത്രമായി ജീവിച്ചു എന്ന വാചകം. കേരള തനിമയും വിവിധ ഗ്രാമീണ പ്രാദേശികതയും സംഗമിക്കുന്ന നിത്യപരിചിതരായ കഥാപാത്രങ്ങളിലേക്ക് ലളിത അനായാസം കയറിപ്പോയി. അമ്മ, അമ്മൂമ്മ, ഭാര്യ തുടങ്ങി സ്ഥിരം വേഷങ്ങളിൽ അവർ ജാഗ്രതയോടെ ചില പൊടിപ്പുകൾ നൽകി വ്യത്യസ്തയായി. കൂട്ടുവേഷങ്ങളിൽ വീട്ടുകാരി എന്ന ലേബലിൽ അവർ മറ്റുള്ളവരെ അതിശയിപ്പിച്ചു. ഒരു കഥാപാത്രത്തിന്റെ ഉടുപുടവയിലും പ്രാദേശിക മൊഴി ഭേദങ്ങളിലും സാമുദായിക സ്വഭാവങ്ങളിലും മറ്റു നടികളെ അതിശയിപ്പിക്കുന്ന പരിചരണ ബോധം അവർക്കുണ്ടായിരുന്നു. അവരുടെ മുഖഘടന പോലും കേരളീയ കഥാപാത്രങ്ങളെ ഭാഷണ ഭേദത്തോടെ അവതരിപ്പിക്കുവാൻ സഹായകമായിരുന്നു. ആ വൈവിധ്യമാണ് വെങ്കലത്തിലെ കുഞ്ഞിപ്പെണ്ണ്, അപൂർവം ചിലരിലെ മേരിക്കുട്ടി, അമരത്തിലെ ഭാർഗവി, സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിലെ കാർത്യായനി, പെരുവഴി അമ്പലത്തിലെ ദേവയാനി, തേന്മാവിൻ കൊമ്പത്തെ കാർത്തു, സദയത്തിലെ ദേവകി, ഗോഡ്ഫാദറിലെ കൊച്ചമണി തുടങ്ങിയ കഥാപാത്രങ്ങളിൽ കാണുന്നത്. ഒപ്പം ചേർന്നുള്ള റോളുകളിൽ ലളിതയിലെ അഭിനേത്രി മറ്റു നടീനടന്മാരോടൊപ്പം നിശബ്ദമായി മത്സരിക്കുന്നുണ്ട്. അപൂർവം ചിലരിലെ മേരിക്കുട്ടി, ഗജകേസരി യോഗത്തിലെ മാധവി, മനസ്സിനക്കരയിലെ കുഞ്ഞുമറിയ തുടങ്ങിയ സിനിമകളിലെ ചെറു റോളുകളിൽ ലളിതാമ്മയുടെ കഥാപാത്രങ്ങൾ സ്വാഭാവികവും ലളിതവുമായ പരിചരണം കൊണ്ട് ശ്രദ്ധേയമാകുന്നു. ഒരു കഥാപാത്രം ആരെങ്കിലും നീട്ടിയാൽ ഞാൻ വിശദമായി ചോദിച്ചറിയും. അപ്പോഴേക്കും അതുപോലുള്ളൊരു യഥാർത്ഥ സ്ത്രീ എൻ്റെ മുമ്പിലെത്തും. പിന്നെ എൻ്റെതായ ചില മിനുക്കുകളും ഉണ്ടാകും. അവരുടെ ഭാഷയിലാണ് ഞാൻ കൂടുതൽ പണിയെടുക്കുക. ദേശവും ഭാഷയും മതവും ജാതിയും സ്വഭാവവും ഒക്കെ ഞാൻ ആ കഥാപാത്രത്തിൽ കൃത്യമായി നിക്ഷേപിക്കും. ഒരു ദീർഘ സംഭാഷണത്തിനിടെ അവർ പറഞ്ഞതാണ്. അത് തെറ്റിപ്പോയത് അടൂർ ഗോപാലകൃഷ്ണന്റെ കൊടിയേറ്റത്തിൽ മാത്രമാണ്. ഞാൻ ചെയ്യേണ്ടത് എന്തെന്ന് അടൂർ വിശദമായി പറഞ്ഞു. എങ്കിലും ഭരത് ഗോപിയുടെ ശങ്കരൻകുട്ടിയിലൂടെ ശാന്തമ്മ ആരാണെന്ന് പിടികിട്ടി. അമ്മയുടെ തണലിൽ ജീവിക്കുന്ന ശാന്തമ്മയുടെ പരിഭവവും സ്നേഹവും ദുഃഖവും നൈരാശ്യവുമൊക്കെ എൻ്റെ ഗ്രാമത്തിൽ കണ്ട ഒരു ചേച്ചിയിൽ നിന്നും ഞാനെടുത്തു. അവർ വിശദീകരിച്ചു. ആടുതോമയും ചാക്കോ മാഷുമൊക്കെയാണ് സ്ഫടികം സിനിമയിലെ മുഖ്യ കഥാപാത്രങ്ങൾ അല്ലേ. പക്ഷെ അതേ സിനിമയിൽ KPSC ലളിത 5-6 സീനുകളിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട് അവരോടൊപ്പം ഉയരമുള്ള കഥാപാത്രമായി നിന്നു. അപ്പനും മകനും ഇടയിൽ ഉരുകി തിളയ്ക്കുന്ന ലാവ പോലെ ഒരു കഥാപാത്രം. പള്ളിയിൽ വെച്ച് എൻ്റെ മോളുടെ കല്യാണത്തിന് അവൻ വരണ്ട, IAS കാരനായി ശിഷ്യൻ വരുമെന്ന് ചാക്കോമാഷ് എടുത്തടിച്ചു പറയുമ്പോൾ അതേ വാശിയോടെ ഒരമ്മയുടെ രോഷത്തോടെ ചീറുന്നുണ്ട് ലളിതയുടെ കഥാപാത്രം. നിങ്ങളുടെ മോളുടെ കല്യാണത്തിന് ഇവൻ വരില്ല, എൻ്റെ മോൻ തിണ്ടിയല്ല, എന്താടാ നോക്കി നിൽക്കുന്നത്, ഇറങ്ങിപ്പോടാ എന്ന ഡയലോഗിൽ തന്നെയുണ്ട് ഒരമ്മയുടെ അതിതീവ്രമായ പ്രതിരോധം. ജീവിതത്തിന്റെ ക്രൂരമായ വിധിബോധത്തെ കനൽക്കാറ്റ് എന്ന സിനിമയിലെ കഥാപാത്രമായ ഓമനയും ചോദ്യം ചെയ്യുന്നുണ്ട്. സ്ത്രീയുടെ അഭിമാനബോധത്തെ യുക്തിപൂർവ്വം ഉയർത്തുന്ന ഉചിതമായ ഭാവപ്രകടനമാണ് ലളിതയുടെ ഓമന. മലയാള സിനിമയിൽ ലളിത നർമ്മത്തിന്റെ പുതിയ ഇടങ്ങളിലേക്ക് കൊണ്ടുപോയ ജോഡികളാണ് ഇന്നസെന്റും KPSC ലളിതയും. ഇന്നസെന്റിനൊപ്പം ഓർമ്മയാകുന്നത് മലയാളികളെ മതിമറന്ന് ചിരിപ്പിച്ചൊരു കൂട്ടുകെട്ട് തന്നെയാണ്. ഇന്നസെന്റും KPSC ലളിതയും പ്രേക്ഷകരെ രസിപ്പിച്ചതിന് കയ്യും കണക്കുമില്ല. മണിച്ചിത്ര താഴ് മുതൽ എല്ലാ മലയാളികളും ഓർക്കുന്ന ഒരുപിടി മുഹൂർത്തങ്ങളാണ് ഇരുവരും സമ്മാനിച്ചത്. വെള്ളിത്തിരയിലേക്ക് അകത്തേക്കോ പുറത്തേക്കോ എന്നറിയാതെ അഭിനയ മികവ്, ഏത് വേഷവും കഥാപരിസരവും രസച്ചരട് മുറിയാതെ ഫലിപ്പിക്കുവാനുള്ള ഭാവനാശേഷി, അമൂല്യമായ പ്രതിഭകളുടെ അതുല്യ സംഗമം എക്കാലത്തെയും ഹിറ്റ് കൂട്ടുകെട്ടിൽ പിറന്നത് പൊട്ടിച്ചിരികളുടെയും കണ്ണുനീരിന്റെയും പുത്തൻ രസതന്ത്രമായിരുന്നു.
മണിച്ചിത്രത്താഴ്, ഗോഡ് ഫാദർ, ഗജകേസരി യോഗം, പൊന്മുട്ടയിടുന്ന താറാവ്, വിയറ്റ്നാം കോളനി തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളുടെ രസച്ചരട് കാത്തത് ഇന്നസെന്റ് KPSC ലളിത ജോഡികളായിരുന്നു. ചില സിനിമകളിൽ തന്റെ ജോഡിയായി KPSC ലളിത തന്നെ വേണമെന്ന് ഇന്നസെന്റ് പറഞ്ഞ ചരിത്രവുമുണ്ട്. ഗോഡ് ഫാദറിൽ സ്വാമിനാഥന്റെ മനസ്സ് സൂക്ഷിക്കുന്ന കൊച്ചമ്മണിയായി ലളിതയുടെ വരവ് അത്തരത്തിലൊന്നായിരുന്നു. സസ്നേഹത്തിലെ റോസി തൃശൂർ പട്ടണത്തിലെ സ്പെസിമെൻ കഥാപാത്രമാണ്. ഒരു ക്രൈസ്തവ കഥാപാത്രത്തിന്റെ ഭാവം ലളിത എടുത്തണിയുമ്പോഴുള്ള ചെറിയതും സൂക്ഷ്മവുമായ പൊടിവേലികളിൽ നിന്ന് ജന്മം കൊണ്ടതാണ് ലളിതയുടെ റോസി. ഇതിൽ നിന്ന് ബഹുദൂരം അകലെയാണ് അപൂർവം ചിലരിലെ മേരിക്കുട്ടിയും വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലെ മേരിയും. രണ്ടും ലളിത എത്ര വ്യത്യസ്തമായാണ് കൈകാര്യം ചെയ്തതെന്ന് അത്ഭുതപ്പെടുത്തുമ്പോഴാണ് സൂക്ഷ്മഭാവങ്ങളിൽ ലളിത സ്വീകരിക്കുന്ന അഭിനയ മൂലകങ്ങൾ എന്തെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഒരു കുടുംബം എന്ന സിനിമയിലെ വേഷമിട്ടതിനു ശേഷം 200ഓളം ചെറു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചപ്പോഴാണ് ചക്രവാകം എന്ന സിനിമയിലെ ഭ്രാന്തിപ്പാറു എന്ന കഥാപാത്രം ലളിതയെ തേടി വന്നത്. ഒരു കുഞ്ഞുമായി ഊരു ചുറ്റുന്ന യാചകയുടെ വേഷം ആ നടി ഉജ്ജ്വലമായാണ് ആവിഷ്കരിച്ചത്. പിന്നീട് 1977 കൊടിയേറ്റത്തിലെ ശാന്തമ്മ എത്തുന്നത്. 2001 ജയരാജ സംവിധാനം ചെയ്ത ശാന്തം എന്ന ചിത്രത്തിലാണ് ലളിതയുടെ ഏറ്റവും മികച്ച വേഷം കാണുന്നത്. ആ ചിത്രത്തിലെ നാരായണി ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി ഉൾക്കടമായ അശാന്തിയോടെ ജീവിക്കുന്ന ഒരമ്മയാണ്. രാഷ്ട്രീയ എതിരാളികൾ വിളിച്ചിറക്കി വെട്ടിക്കൊന്ന മകനെയോർത്ത് വിങ്ങുന്ന കഥാപാത്രമാണ് നാരായണി. പുഴയോരത്ത് തോരാമഴയിൽ അതിനേക്കാൾ പ്രചണ്ഡമായ കണ്ണീർ മഴയിൽ ഏകയായി നിൽക്കുന്ന നാരായണിയുടെ ചിത്രം ലളിതയുടെ തന്നെ ജീവചരിത്രം കൂടിയാണ്. അതുപോലെ തന്നെ ആദ്യത്തെ കൺമണി എന്ന ചിത്രത്തിലെ അഹങ്കാരം തലയ്ക്ക് പിടിച്ച മാളവിക എന്ന അമ്മായിയമ്മ കഥാപാത്രത്തെ തീർത്തും നിയന്ത്രിതമായ ചലനങ്ങളോടെ അവർ പൂർണ്ണതയുള്ള ഒരു പ്രതിനായക കഥാപാത്രമാക്കി മാറ്റി. കോട്ടയം കുഞ്ഞച്ചനിലെ തൻ്റെടിയായ ഏലിയാമ്മ എന്ന കഥാപാത്രത്തിനുമുണ്ട് ഇത്തരത്തിലൊരു രൂപപ്പൊരുത്തം. ദൈവത്തിനെയും ദൈവവചനങ്ങളെയും ഭയപ്പെട്ട് ജീവിക്കുന്ന ഭർത്താവിന്റെ ഭീരുത്വത്തെ ഈ പാലാക്കാരി നിഷ്പ്രയാസം മറികടക്കുന്നു. കോട്ടയം കുഞ്ഞച്ചനെ പോലും വരച്ച വരയിൽ നിർത്തുന്ന മക്കളെ ചിറകിനടിയിൽ വളർത്തുന്ന ഈ അച്ചായത്തെ ലളിതയ്ക്കല്ലാതെ ഇത്രയും അതിശയകരമായ അനായാസത്തോടെ അവതരിപ്പിക്കാനാവില്ല എന്ന തീർപ്പിൽ നാം എത്തുകയും ചെയ്യും, അല്ലെ? സംഭാഷണത്തിലേക്ക് കൊണ്ടുവരുന്ന വാമൊഴി ഭേദം ലളിതയുടെ അഭിനയ ജീവിതത്തിലെ അടർത്തി മാറ്റാനാവാത്ത സിദ്ധിയാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യും. 1968 കൂട്ടുകുടുംബത്തിൽ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം 10 വർഷം തുടർച്ചയായി അഭിനയിച്ച ലളിതാമ്മ 1978 അഭിനയം നിർത്തിവച്ചിരുന്നു. പിന്നീട് കാറ്റത്തെ കിളിക്കൂടിലൂടെയാണ് തിരികെ മലയാള സിനിമയിലേക്ക് എത്തുന്നത്. ഭർത്താവും സംവിധായകനുമായ ഭരതന്റെ മരണത്തിന് ശേഷം അവർ വീണ്ടും സിനിമയിൽ നിന്ന് അകന്നു കഴിഞ്ഞു. പിന്നീട് വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലാണ് തിരിച്ചെത്തുന്നത്. ആ ഇടവേളകൾ ഒരേ സമയം സന്തോഷത്തിന്റെയും സഹതാപത്തിന്റെയുമായിരുന്നു. ആ വലിയ ഇടവേളകളിൽ ഒരുപാട് കഥാപാത്രങ്ങൾ നഷ്ടപ്പെട്ടതായിരുന്നു അവരുടെ ദുഃഖം. വടക്കാഞ്ചേരിക്കടുത്ത എങ്കക്കാട്ട് ദേശത്തെ ഓർമ്മ എന്ന വീട്ടിലേക്ക് അവസാനമായി പോയത് KPSC ലളിത ഓർമ്മകൾ പോലുമില്ലാതെ അവസാന നിമിഷങ്ങൾ പിന്നിടുമ്പോഴാണ്. നടിയാണ്, കാണുന്നത് അഭിനയമാണ് എന്ന് അല്പം പോലും തോന്നിപ്പിക്കാതെ കഥാപാത്രങ്ങളെ ആഴത്തിൽ അനുഭവിപ്പിച്ചു ആ പരിചരണ സിദ്ധി. 3 വർഷം മുൻപ് KPSC ലളിത ഓർമ്മയുടെ വെള്ളിത്തിരയിൽ മാഞ്ഞു. ഇതിവൃത്തത്തിൽ പ്രത്യക്ഷ പങ്കാളിത്തമില്ലാത്ത, പേരുപോലുമില്ലാത്ത, നേർരേഖയിലൂടെ സഞ്ചരിക്കുന്ന കഥാപാത്രങ്ങൾ പോലും അവർ വിസ്മയകരമായ വിധത്തിൽ അർത്ഥവത്തായ പ്രാധാന്യം നൽകാറുണ്ട്. ഈ ദിവസം അവരുടെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം.